നീക്കിവച്ച 42 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് സൗജന്യമായി നൽകി ഇടതു സർക്കാർ. 2024 പ്രത്യേക ഉത്തരവിലൂടെ വേദാന്തയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റെർലൈറ്റ് പവറിന് ഭൂമി കൈമാറിയത്. ഉടുപ്പിയിലെ പ്ലാന്റിൽ നിന്നും സംസ്ഥാനത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതിയുടെ മറവിലാണ് ഈ ഭൂമി കൈമാറ്റം. മലയോര ഹൈവേക്കായി കൈമാറിയ വനം വകുപ്പിന്റെ ഭൂമിക്ക് പകരം വനവൽക്കരണത്തിന് നീക്കിവെച്ച റവന്യൂ ഭൂമിയാണ് സ്വകാര്യ കമ്പനിക്ക് സൗജന്യമായി നൽകിയത്. ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരത്ലാൽ, വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സുരലക്ഷ്മി. വളരെ ഞെട്ടിക്കുന്ന നടപടിക്രമങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഡൽഹി ആസ്ഥാനമായ വേദാന്ത ഗ്രൂപ്പിൻ്റെ സ്റ്റെർലിംഗ് കമ്പനിയുണ്ട്. അതിൻ്റെ SPV ആയ ഉടുപ്പി കാസർഗോഡ് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഈ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഭൂമിയടി വില്ലേജിൽ 42.6 ഏക്കറോളം ഭൂമി സൗജന്യമായി നൽകിയിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിന് വനഭൂമി, അതായത് വിട്ടുകൊടുക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന് കേന്ദ്ര നിയമം അനുസരിച്ച് പകരമായിട്ടുള്ള അല്ലെങ്കിൽ പകരം വനം വെച്ചുപിടിപ്പിക്കാനുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കർഷകരൊക്കെ നടുവിലുള്ള ഈ സ്ഥലത്തേക്ക് ഈ വനഭൂമിയാക്കാൻ വേണ്ടി ഈ ഭൂമി വിട്ടുകൊടുത്തിരിക്കുന്നത്. അതുതന്നെ മാത്രമല്ല, ഇതിൻ്റെ ഉടുപ്പി അല്ലെങ്കിൽ കാസർഗോഡ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരാനുള്ള, ഉടുപ്പിയിൽ നിന്ന് കേരളത്തിലെ അതായത് തീമേനിയിലേക്ക് വൈദ്യുതി കൊണ്ടുവരാനുള്ള ട്രാൻസിഷൻ ലൈനാണ് 800 കോടി രൂപയുള്ള സ്വകാര്യ കമ്പനിയുടെ SPV അല്ലെങ്കിൽ ഉടുപ്പി കാസർഗോഡ് UKTL എന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരമൊരു സൗജന്യം സംസ്ഥാന റവന്യൂ വകുപ്പും സംസ്ഥാന സർക്കാരും നൽകിയിരിക്കുന്നത്. അതാണ് വളരെ രസകരമായ കാര്യം. എന്നാൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ശരവേഗത്തിലായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രാലയത്തിൽ നിന്ന് പോലും ഇത് സംബന്ധിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവ് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കേരള സർക്കാർ വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയും ആ ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തു. ഡൽഹി ആസ്ഥാനമായിട്ടാണ് ഈ ഉടുപ്പി കാസർഗോഡ് ട്രാൻസിസ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഡൽഹിയിലെ മധുര റോഡിലാണ് ഈ കമ്പനിയുടെ ആസ്ഥാനം. ഈ കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരു സേവനം ചെയ്യുന്നു എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്. അതായത് ഉടുപ്പിയിലെ പവർ പ്ലാന്റ് ഉള്ളത് അഡാനി ഗ്രൂപ്പിനാണ്. അഡാനി പവർ പ്രൊജക്ടിൻ്റെ കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 1600 മെഗാവാട്ടിൻ്റെ പദ്ധതിയാണ് ഉടുപ്പിയിലുള്ളത്. അവിടെ നിന്ന് ഉടുപ്പിയിൽ നിന്ന് ഈ വൈദ്യുതി കേരളത്തിൽ എത്തിക്കാനുള്ളതാണ് ഇത്തരമൊരു ലൈന് ഗ്രിഡ് നിർമ്മാണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, KSEBയും അല്ലെങ്കിൽ KSEBയും അഡാനി ഉടുപ്പി കമ്പനിയുമായിട്ട് പവർ പർച്ചേസ് അഗ്രിമെൻറ്റ് ഒന്നും തന്നെ നിലവില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഉടുപ്പി അല്ലെങ്കിൽ കാസർഗോഡ് ട്രാൻസ്മിഷൻ ലൈനിന് ഇത്രയും സൗജന്യം സംസ്ഥാന സർക്കാർ നൽകിയത് എന്ന കാര്യത്തിലും കൂടി ഒരു വിശദീകരണം ആവശ്യമുണ്ട്. മറ്റൊരു കാര്യം, ഈ വളരെ പ്രത്യേകത എന്നുള്ളത് ഈ ഭൂമി വെള്ളരിക്കുണ്ട് താലൂക്കിലെ 550 ഹെക്ടർ ഭൂമി നേരത്തെ മലയോര ഹൈവേക്ക് വേണ്ടിയിട്ട് അക്വയർ ചെയ്തതാണ്. അത് വനഭൂമി മലയോര മേഖലയ്ക്ക് വേണ്ടി വനഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിന് പകരം വനം വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി നേരത്തെ സംസ്ഥാന സർക്കാർ വനം വകുപ്പിന് വിട്ടുകൊടുത്ത ഭൂമിയാണ്. ആ ഭൂമി ശരി ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.